പോകാം. അതെ അതെ പോകാം, സമയമായി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് ബ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു നോമ്പുതറ വിശേഷമാണ് കേട്ടോ. അതായത് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാരും ഒക്കെ കൂടിയിട്ട് ബീച്ചിൻ്റെ സൈഡിൽ പോയിരുന്നിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു കേട്ടോ. ഇനി നമ്മൾ നേരെ നമുക്ക് ഇരിക്കേണ്ട അടുത്തേക്ക് പോവാണ്. ഇവിടെയൊക്കെ ആൾക്കൂട്ടമൊക്കെ കാണുന്നുണ്ട്. ഇതിപ്പം മീൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂര മീനാണെന്ന് തോന്നുന്നു, അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേ രണ്ട് സൈഡിലുമായിട്ട് കുട്ടികളും വലിയവരും ഒക്കെ ഇരുന്നിട്ട് സ്നാക്സും കാര്യങ്ങളും ഒക്കെ വിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മുടെ നോമ്പിൻ്റെ മാസത്തിൽ നമ്മുടെ ലക്ഷദ്വീപിൽ കാണുന്ന ഒരു അടിപൊളി കാഴ്ചയാണ്. അതായത് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് പേര് ഇതുപോലെ ഇരുന്ന് സ്നാക്സുകളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നതാണ്. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ. നല്ല രസമുണ്ടല്ലേ? കടലിലേക്ക് ഇതേ താഴാൻ പോകുന്നു. ഇപ്പം താഴും. അങ്ങനെ വീണ്ടും ഞങ്ങളൊരു നോമ്പ് തുറയായിട്ട് വന്നിട്ടുണ്ട് അല്ലയോ? അതെ, സൺസെറ്റ് സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഒരു കടലിൽ ഇറങ്ങും കേട്ടോ. ഇപ്പം ഇറങ്ങും, നല്ല രസമുണ്ട്. അടിപൊളി ഒരു സൺസെറ്റ് കിട്ടി നമുക്ക്. അതെ, അവിടെ ഫോട്ടോസ് എടുക്കാം. കാരണം ഇത്രയും നല്ലൊരു സീൻ കണ്ടിട്ട് ഫോട്ടോ എടുക്കാതിരിക്കുന്നത് എങ്ങനെയാ? അടിപൊളി. അപ്പോൾ അതെ, ഞങ്ങൾ ഇന്ന് ബീച്ച്, അതെ അത് നല്ല രസമല്ലേ? അങ്ങനെ അതെ, ഇന്ന് ഞങ്ങൾ വീണ്ടും ചെറിയൊരു നോമ്പ് തുറ, വലിയ നോമ്പ് തുറ ഒന്നും ഇല്ല. എന്നാ പിടിച്ചോ. ഇതാണൊരു സന്തോഷം, വേറെ ഒന്നും അല്ല, ഇല്ലയോ? ഞാൻ വീട്ടിൽ പോയില്ല, ഇവിടെ നിന്ന് തന്നെ ഈന്തപ്പഴം എടുത്ത്. ആ ഫോൺ കൊണ്ട് വല്ല വെള്ളത്തിലെങ്ങാനും കൊണ്ടിടുക കേട്ടോ. ഒരു കാശിനും കൊള്ളത്തില്ല ഫോണ്. അയ്യോ അയ്യോടാ, നമ്മൾ സോസ് എടുത്തില്ല. ഇനി സമയമില്ലല്ലോ. സമയമായത് അല്ല, ഇത് 10-15 മിനിറ്റ് ഫാസ്റ്റാ. അടിപൊളി. ഇതേ കടലിൽ താഴ്ന്ന് അടിപൊളി. നമ്മളങ്ങനെ ഇന്ന് നോമ്പ് തുറക്കാൻ വന്നപ്പോൾ നല്ലൊരു സൺസെറ്റ് കണ്ടോ. പൊളി. കടലിലേക്ക് ഇതേ താഴ്ന്നിറങ്ങുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണുന്നത് ഇപ്പോഴാണ്. നല്ല രസമുണ്ട്. അതുപോലെ കടൽ കണ്ടാ നല്ല ശാന്തമായിട്ട് കിടക്കുന്ന കടല്. അപ്പം നമ്മൾ 13 ആടെ താഴ്ന്നു കണ്ട, ഫുള്ള് താഴ്ന്നു. ഏത് അപ്പം ഞങ്ങൾ ഇന്ന് 13ാമത്തെ നോമ്പ് തുറക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്, ഇല്ലയോ? 13ാമത്തെ നോമ്പല്ലേ ഇന്ന്? 13ാമത്തെ നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ വന്നു. ഒരു ദിവസം കഴിയുന്നതോറും സംഭവങ്ങളുടെ എണ്ണം കുറഞ്ഞ് വരുന്നുണ്ടോ? ഇല്ലല്ലോ, അത് വെറൈറ്റി വരുന്നുണ്ട്, ഓരോന്ന് വെറൈറ്റി വരുന്നുണ്ട്. ഇന്ന് നമ്മൾ പഞ്ചായത്ത് ഹോട്ടലിൽ നിന്നാണ് സ്നാക്സ് ഒക്കെ മേടിച്ചത്. ഓരോ ദിവസവും ഓരോടത്തു നിന്ന്, അല്ലയോ? ബാ, സൺസെറ്റ് ഒക്കെ അടിപൊളി. സൺസെറ്റ് കഴിഞ്ഞ് പോയി. ഫുള്ള് പോയി. നല്ല ഒരു സൺസെറ്റ് കണ്ട് നമ്മൾ ഇരിക്കുന്നതിന് മറ്റേ വെള്ളം എടുക്കണ്ടേ? കൊടുത്തോ? എന്ത് കുറെ കുറച്ച് പിള്ളേർ നോമ്പ് തുറക്കാൻ വന്ന് കൊടുക്കണേ. ബാങ്ക് കൊടുത്ത്. ശരിയാ ബാങ്ക് കൊടുത്ത്. ഇത് അതാ നോമ്പ് പറഞ്ഞിട്ട് വരാം. നമ്മുടെ തൊട്ടടുത്ത് തന്നെ അടുത്ത ആൾക്കാർ നോമ്പ് തുറക്കാൻ വന്ന്, കൂട്ടുകാർ കൂടി വന്നേക്കുവാ. അവിടെ കുറച്ച് പേര് നോമ്പ് തുറക്കുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്തോട്ട് പോകാം. നമ്മളെപ്പോലെ തന്നെ നോമ്പ് തുറക്കാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നേക്കുവാ. തൊട്ടടുത്ത് തന്നെ കുഞ്ഞുങ്ങൾ നോമ്പ് തുറക്കാനിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു, അവരെ കണ്ടപ്പോൾ ഒരു സന്തോഷം. നമ്മൾ സൺസെറ്റും കണ്ട് നോമ്പ് തുറയും കഴിഞ്ഞ് ചിരി വരുന്നു. ഹായ്, നോമ്പ് തുറക്കുവാനോ? ഓ, ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ.
എന്നും വരുമോ ഇങ്ങനെ നോമ്പ് തുറക്കാൻ? ഇല്ല, ഇന്ന് മാത്രം. എന്താ പറ്റി? ഇനി ഒരു ദിവസം കൂടെ വരും. ആ ഓ കൂട്ടുകാർ, നിങ്ങൾ 4 പേര് വന്നോ കൂട്ടുകാര്? മോൻ്റെ പേരെന്തുവാ? തൻവീർ. മോൻ്റെ പേരെന്താ? റിയാസ്. മോൻ്റെ പേരാ? ജുറൈസ്. മോൻ്റെ പേര്? ഓ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഇതൊക്കെ? ഓ, ഇതാണ് മുട്ട പുഴുങ്ങിയത്. എന്താണ്ടൊക്കെ ഐറ്റംസ് ഉണ്ടല്ലോ അവിടെ. വെള്ളവും കൊള്ളാം. മുട്ടക്കട്ട്ലേറ്റ് ആണത്? ആ, അത് കൊള്ളാം. നിങ്ങളുടെ വീട്ടിൽ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നതാണോ? സാൻഡ്വിച്ച് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കിയതാണോ? ഓ, നിങ്ങളെല്ലാവരും ഓരോരുത്തർ കൊണ്ടുവന്നാണോ? അതാ ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ ഇത്? ആണോ? ഓ, കൂട്ടുകാർ കൂടി നോമ്പ് തുറക്കാൻ വന്നേക്കുക. കൊള്ളാം. എന്താ ഈ സൈഡ് ഇങ്ങോട്ട് പിടിച്ചത് നിങ്ങൾ? ഈ സൈഡിലോട്ട് വരാനുള്ള കാര്യം എന്താ? അതെ അതെ അതെ, അടിപൊളി. ഞങ്ങൾ വന്നപ്പോഴും കണ്ടായിരുന്നത്. അതെ, എല്ലാവരും കൂടുതൽ തെക്കോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നില്ലയോ? ഞങ്ങളെന്തേ അവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ദേ അവിടെ ഇരിപ്പുണ്ട്, കണ്ടാ. ഞങ്ങൾക്കൊരു സന്തോഷം എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഇങ്ങനെ നോമ്പ് തുറക്കും, ഇല്ലയോ? അപ്പോൾ കൂട്ടുകാരൊക്കെ നോമ്പ് തുറക്കണേ കേട്ടോ. ഓക്കെ, ശരിയെങ്കിൽ. വേണ്ട, ഞങ്ങൾ ഇത് കുടിച്ച ഗ്ലാസ്സിൽ തന്നാൽ മതി. ആതിരതേ നമുക്കെല്ലാവർക്കും വേണ്ടി കലക്കിക്കൊണ്ട് വന്നതാ. ഒന്ന് വേണോ? വേണോ ഗ്ലാസ്? എന്താ തണുത്തത് കുടിച്ചപ്പോൾ ഒരു ആശ്വാസമില്ല. സൂപ്പർ. ആ, ഞാൻ ചോദിച്ചേ എന്താ ഇവിടെ വന്നിരുന്നേന്ന് നോമ്പ് തുറക്കാൻ? ഈ സൈഡിൽ വന്നിരുന്നാൽ സൂര്യാസ്തമയം കാണാമല്ലോ, സൂര്യാസ്തമയം കണ്ടുകൊണ്ട് നോമ്പ് തുറക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാ. 4 പേര് നല്ല രസമുണ്ടല്ലേ പിള്ളേരൊക്കെ. ഇനി അങ്ങോട്ട് കൂടുതലും തെക്കോട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസം ഇല്ല. ഇന്ന് വലിയ വണ്ടിയില്ലേ നമ്മള് ഇതൊക്കെ എടുക്കുന്ന ആ വണ്ടി നിറച്ചും കുറെ പേര്. പിന്നെ മറ്റേ വണ്ടിയില് ഓപ്പൺ വണ്ടിയിലും. അപ്പം നമുക്ക് നാളെ വല്ലതും തെക്കോട്ട് പോകാം. നാളെ വരുവോ? നാളെ വരുവോ? ഓ, നോമ്പൊക്കെ തുറന്ന് പോവാ. എൻ്റെ വേസ്റ്റൊക്കെ അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇവിടെ ഒരു സാധനം പോലും ഇടത്തില്ല, എല്ലാം ചുരുട്ടിക്കൂട്ടി അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ടാർപ്പ എന്തി കൊണ്ടുവന്നേ? ആ, അവൻ ചുരുട്ടി എടുത്തിട്ടുണ്ട്. സന്തോഷം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചെറിയ ഒരു നോമ്പ് തുറ വിശേഷമാണ് കേട്ടോ. അതായത് നമ്മൾ പെട്ടെന്ന് തീരുമാനിക്കുന്നു എന്തെങ്കിലുമൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഈ ബീച്ചിൽ വന്നിരുന്ന് നോമ്പ് തുറക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.